ഹലോ. അപ്പോൾ ഞാൻ പിന്നെയും വന്നിട്ടുണ്ട്. ട്രാവൽ വീഡിയോ പാർട്ട് 2. പാർട്ട് 1 നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഗൈസ്, ദിസ് ഈസ് ജയന്തി ക്രേവിങ്സ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്പർ 2, സാമ്പ്രാണിക്കോടി. ഒരുപാട് റീൽസ് ഞാൻ കണ്ടിട്ടുണ്ട് സാമ്പ്രാണിക്കോടിനെ പറ്റിയിട്ട്. കായലിൻ്റെ നടുക്ക് കടയൊക്കെ ചായക്ക് വെക്കുന്ന ഒരു ചേച്ചീൻ്റെ വീഡിയോ ഒക്കെ ഒരുപാട് ഇൻസ്റ്റഗ്രാമിൽ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട് ബക്കറ്റ് ലിസ്റ്റിൽ കയറിക്കൂടിയ ഒരു സ്ഥലമാണ് സാമ്പ്രാണിക്കോടി. കായലിൻ്റെ നടുക്ക് മുട്ടിൻ്റെ അത്രയും വെള്ളമൊക്കെ ആയിട്ട് കായലിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്നൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതൊക്കെ ലൈഫിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അത് നിങ്ങൾക്ക് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഞാൻ എൻട്രി ചാർജ് ഒന്നും പറഞ്ഞില്ല അല്ലേ. 150 രൂപയാണ് ഒരാളുടെ എൻട്രി ചാർജ് വരുന്നത് കേട്ടോ. പിന്നെ നിങ്ങളിവിടെ വന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ തന്നെ നിങ്ങളെ വഞ്ചിയിൽ സവാരിക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് വരും. അങ്ങനെയും നിങ്ങൾക്ക് സാമ്പ്രാണിക്കോടി എൻജോയ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞങ്ങൾ വഞ്ചിയൊന്നും എടുത്തില്ല, അതുകൊണ്ട് റേറ്റ് അറിയില്ല കേട്ടോ. ഞങ്ങൾ ഇറങ്ങി നടന്ന് എൻജോയ് ചെയ്യുമായിരുന്നു. നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്യാൻ മറന്നൊരു കാര്യമുണ്ട്, ലൈഫ് ജാക്കറ്റ്. അതെ, എത്രയ്ക്ക് എക്സ്പീരിയൻസ് ഉള്ളവരാണ് ആ ബോട്ട് യൂസ് ചെയ്യുന്നത്, വഞ്ചി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാലും ലൈഫ് ജാക്കറ്റ് മസ്റ്റായിട്ട് വെയർ ചെയ്യാം കേട്ടോ. സേഫ്റ്റി മുഖ്യമല്ലേ. പിന്നെ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു കാര്യം കൂടെ ഞാൻ റിമൈൻഡ് ചെയ്യുവാണ്. ഒരുപാട് റീൽസൊക്കെ ഇറങ്ങി കിടക്കുന്നതുകൊണ്ട് ഈ സ്ഥലം അത്യാവശ്യം നല്ല രീതിയിൽ ഫേമസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് വരുന്നതാണ്. നിങ്ങളുടെ കയ്യിലുള്ള വേസ്റ്റുകളോ കാര്യങ്ങളൊന്നും കായലിൽ ഇട്ടിട്ട് പോകരുത് കേട്ടോ. പിന്നെ കായലായതുകൊണ്ട് തന്നെ ഉച്ച കഴിഞ്ഞ് പോകുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ വെയിലായതുകൊണ്ട് ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഉച്ച കഴിഞ്ഞ് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 4:30 വരെയാണ് ബോട്ട് സർവീസസ് അവൈലബിൾ ആയിട്ടുള്ളൂ. അങ്ങനെ 1 അവർ കായലിൻ്റെ നടുക്ക് അടിച്ചു പൊളിച്ച് കുറേ റീൽസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു നമ്മുടെ 3rd ഡെസ്റ്റിനേഷനിലേക്ക്. യെസ്, നമ്മുടെ 3rd ഡെസ്റ്റിനേഷൻ കൊല്ലം ബീച്ച് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓടി ഇറങ്ങി മുങ്ങി കുളിക്കാം എന്നൊക്കെ വിചാരിച്ചാണ് ചെന്ന് കയറിയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ആരും അങ്ങോട്ട് ഇറങ്ങണില്ല. നമ്മൾ മാത്രമാണ് കടൽ കാണാത്തവരെ പോലെ, വെള്ളം കാണാത്തവരെ പോലെയൊക്കെ ഓടി ഇറങ്ങിയത്. ആരും ബീച്ചിലോട്ട് ഇറങ്ങണില്ല എന്നേ ഉള്ളൂ കേട്ടോ. തിരക്കിനൊട്ടും കുറവില്ല. എല്ലാവരും ആ തീരത്ത് കടലിലേക്ക് നോക്കി ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ കുട്ടികളുടെ വാക്ക ഫുട്ബോൾ കളി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. സാമ്പ്രാണിക്കോടിയിൽ നിന്ന് ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്കും 6 മണി കഴിഞ്ഞു. ഇനി അതുകൊണ്ടാണോ ആരും കടലിലോട്ട് ഇറങ്ങാഞ്ഞെന്ന് അറിയില്ല. ആ നേരം ആകുമ്പോഴത്തേക്കും തിര കയറി വരുന്ന നേരമാണല്ലോ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ ചെറായിലൊക്കെ ആളുകൾ ഇറങ്ങുന്നത് പോലെ ഇറങ്ങാനൊന്നും ആരും ഉണ്ടായില്ല. കുറേ നേരം കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ നടന്നു. ഈ ബീച്ച് എപ്പോഴും എങ്ങനെയാണോ അതോ ഞങ്ങൾ നേരം വൈകിയതുകൊണ്ടാണോ? കൊല്ലത്തുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ 3 ഡെസ്റ്റിനേഷൻസും നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഡെസ്റ്റിനേഷൻ നമ്പർ 1 മൺട്രോ തുരുത്ത്, ഡെസ്റ്റിനേഷൻ നമ്പർ 2 സാമ്പ്രാണിക്കോടി ആൻഡ് അവർ ഫൈനൽ ഡെസ്റ്റിനേഷൻ കൊല്ലം ബീച്ച്. സോ ഈ 3 ഡെസ്റ്റിനേഷനിൽ എൻ്റെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ എനിക്കതിന് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. ഇതാണ് നമ്മുടെ സാമ്പ്രാണിക്കോടി. കായലിൻ്റെ നടുക്കുള്ള ആ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. നമ്മുടെ ഫസ്റ്റ് 2 ഡെസ്റ്റിനേഷൻസും ലൈഫിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ് കേട്ടോ, മൺട്രോ തുരുത്തും സാമ്പ്രാണിക്കോടി. സോ ലൈഫിൽ എപ്പോഴെങ്കിലും ഈ 2 സ്ഥലവും വിസിറ്റ് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിയാൽ മിസ്സാക്കരുത്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ സ്ഥലങ്ങൾ ഇഷ്ടവും. ലൈഫിലെ ദ ബെസ്റ്റ് മൊമെൻറ്റ്സ് ആയിരിക്കും അത്. അപ്പോൾ നിങ്ങൾക്ക് ഈ 3 ഡെസ്റ്റിനേഷനിൽ ഏത് ഡെസ്റ്റിനേഷനാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഈ 3 സ്ഥലങ്ങൾ മുന്നേ വിസിറ്റ് ചെയ്തിട്ടുള്ളവർ ഉറപ്പായിട്ടും നിങ്ങളുടെ എക്സ്പീരിയൻസും ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം. സ്റ്റേ ട്യൂൺഡ് ടു ജയന്തി ക്രേവിങ്സ് ഫോർ മോർ ബ്യൂട്ടിഫുൾ വീഡിയോസ്. അപ്പോൾ ശരി, താങ്ക് യു.